നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ടിലാണ്. വളരെ മനോഹരമായ ഈ ബേക്കൽ ഫോർട്ടിന്റെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. 1650 ശിവപ്പ നായക പണിപ്പിച്ചാണ് ഈ ബേക്കൽ ഫോർട്ട്. 40 ഏക്കർ സ്ഥലത്താണ് ഇത് പരന്നു കിടക്കുന്നത്. സീ ലെവലിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഫോർട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫോർട്ടാണ്. മറ്റുള്ള ഫോർട്ടുകളിനേക്കാൾ നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ടത് റോയൽ ഫാമിലീസിനായിട്ട് താമസിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു ഫോർട്ടല്ല ഇത്. ഡിഫൻസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. നമ്മൾ ഇവിടെ കാണുന്ന ഒരു കിണറാണ് ഈ ഫോർട്ടിലെ വെള്ളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു കിണറാണിത്. കിണറിലേക്ക് ഇങ്ങനെ നമുക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിക്കും. ഇവിടെ കാണുന്ന ഈ കിണറും അതുപോലെ ഒരു ഒബ്സർവേഷൻ ടവർ ഉണ്ട്. അതും നിർമ്മിച്ചത് ടിപ്പു സുൽത്താന്റെ കാലത്താണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് യുദ്ധത്തിനെല്ലാം വേണ്ടി പീരങ്കിയെല്ലാം കൊണ്ടുപോകുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു റാമ്പാണിത്. ഈ റാമ്പിന്റെ മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ അറേബ്യൻ സീയുടെ ഒരു പെനോരമിക് വ്യൂ കിട്ടും. 4 ചുറ്റും വാളിലെല്ലാം ഇങ്ങനെ ഓപ്പണിങ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കടലിൽ ദൂരെ ഒരു ശത്രു വന്നു കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ഈ ഫോർട്ടിന്റെ നിർമ്മാണം തന്നെ ഒരു 6 പാക്ക് മോഡൽ എൻട്രൻസ് ആണ്. പല സ്ഥലത്തു നിന്നും ഇതിലേക്ക് എൻ്റർ ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. വളരെ ഭംഗിയായി തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മള് ഇതിന്റെ പ്രവേശന കവാടത്തില് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യമായിട്ട് കാണുന്നതാണ് ഈ ടവർ നമ്മളിപ്പോൾ കണ്ടത്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് ഒരു ആയുധപ്പുര. ആയുധങ്ങളെല്ലാം സൂക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അണ്ടർഗ്രൗണ്ടോട് കൂടിയിട്ട് വീണ്ടും കുറച്ചുകൂടി നടന്നാൽ കാണുന്നതാണ് നേരത്തെ നമ്മൾ കണ്ടിരുന്ന അത്രയും വലുതല്ലെങ്കിലും മറ്റൊരു ടവർ. ഇവിടെ നിന്നും അറബിക്കടലിൽ വിശദമായിട്ട് കാണാനും അവിടെയെല്ലാം പീരങ്കി വയ്ക്കാനുള്ള ഗ്യാപ്പുകളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ
മറ്റൊരു ടണൽ പോലെ നിർമ്മിച്ചിരിക്കുന്നത് കാണാം. അത് ഗ്രില്ലിട്ട് അടച്ചിരിക്കുന്നതാണ്. ഇവിടെ നിന്നൊരു തുരങ്കം പോകുന്നതാണ് കടലിലേക്ക്, കടലിന്റെ ഭാഗത്തേക്ക്, ആ ബീച്ചിലേക്ക് പോകുന്നൊരു തുരങ്കമാണിത്. പെട്ടെന്നുള്ള എസ്കേപ്പിനെല്ലാം ഇവിടെ നിന്ന് നേരെ കടലിലേക്ക് നേരെ പോകാൻ കഴിയുന്നൊരു വഴിയാണത്. താഴെ ഈ കടലിനോട് ചേർന്നുള്ള പാറക്കെട്ടുകളാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങോട്ടൊന്നും നമുക്കിപ്പോ ഇറങ്ങാൻ അനുവാദമില്ല. ഇവിടെ നിന്ന് കടലിൽ നമ്മൾ കാണുന്ന അല്പം പൊന്തി താഴ്ന്ന് കാണാം. ഡോൾഫിൻ മീനുകളെ കാണാം. അത് ആ പൊന്തി താഴ്ന്ന ഡോൾഫിൻ ആണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 2 ഡോൾഫിനുകളെ ഞങ്ങൾ അവിടെ കണ്ടു. അല്പദൂരം നമുക്ക് ഇതിനകത്ത് ചുറ്റി നടന്ന് കാണാനായിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ തൊപ്പിയെല്ലാം ധരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ വരുമ്പോൾ ഏതാണ്ട് 10 മണി കഴിഞ്ഞാൽ തന്നെ നല്ല വെയിലനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ നടക്കുന്ന ഭാഗത്തൊന്നും വൃക്ഷങ്ങളൊന്നും അങ്ങനെ അധികമായിട്ടില്ല. അങ്ങ് താഴെ കാണുന്ന കടലിലേക്ക് ഇറങ്ങാനായിട്ടൊരു എൻട്രൻസ് ഉണ്ട്. താഴെ അങ്ങനെ ജലമെല്ലാം ചെന്നിരിക്കുന്നത് കാണാം. ഇവിടെ കടലിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തായിട്ട് ചെറിയ സ്റ്റാളുകളെല്ലാം ഉണ്ട്. സ്നാക്സ് മറ്റും കിട്ടുന്നത്. ചെറിയൊരു എൻട്രൻസ് ഉണ്ട് ഇവിടെ താഴേക്ക് ഇറങ്ങാനായിട്ട്. ഇതുവഴി നടന്നാൽ വളരെ മനോഹരമായ കാഴ്ചകളാണ്. സ്ലോപ്പായിട്ട് ഹെയർ പിൻ പോലെ പണിതിരിക്കുന്ന റോഡ് നമുക്ക് താഴേക്ക് കാണാം. ഇതുവഴി നമുക്ക് താഴേക്ക് ഇറങ്ങാം. ടൈൽസ് എല്ലാം വിരിച്ച് വളരെ മനോഹരമായ വഴിയാണ്. ഈ വഴി താഴത്തേക്ക് ചെല്ലുന്ന മനോഹരമായ ഒരു ഒബ്സർവേഷൻ ടവറിലേക്കാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടലിന്റെ സൗന്ദര്യമെല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ സന്ദർശിക്കുന്നവരെല്ലാം ഈ ഭാഗത്തുമാണ് ധാരാളം ഫോട്ടോ എടുക്കുന്നത്. നമ്മളിങ്ങോട്ട് ഇറങ്ങുമ്പോഴും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കടലിലേക്ക് ഇറങ്ങരുതെന്ന്.
ഇവിടെ വളരെയധികം അപകടം സംഭവിച്ചിരിക്കുന്ന സ്ഥലമാണ്. സെൽഫി എടുത്തിട്ടെല്ലാം കടലിലേക്ക് വീണ് അപകടം ഉണ്ടായിട്ടുണ്ട്. കൊണ്ട് തന്നെ ഒരു കാരണവശാലും കടലിലേക്ക് ഇറങ്ങരുതെന്ന് കർശനമായ ബോർഡുണ്ട് അവിടെ. ഇവിടെ ഇറങ്ങുന്നതിന് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. സിക്സ് ആകൃതിയിലുള്ള റോഡാണ്. ഒറ്റ സ്റ്റെച്ചായിട്ട് നമുക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കുമെല്ലാം വളരെ സൗകര്യമായിട്ട് ഇങ്ങോട്ടെത്താവുന്നതാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഈ പാറയിലെല്ലാം കാണുന്നത് കക്കകളാണ്. കക്ക പറ്റി പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ലക്ഷക്കണക്കിന് കക്കകളാണ് അടിഞ്ഞ് ഈ പാറയിൽ ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബേക്കൽ ഫോർട്ട് സന്ദർശിച്ച് ഇതിനു മുമ്പ് പോയിട്ടുള്ളവർ കമന്റ് ഒന്ന് രേഖപ്പെടുത്തുക. ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. നാഷണൽ ഹൈവേ കൂടെ ഇപ്പോൾ പുതിയ റോഡ് വന്ന NH66 വഴി പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ ഡീവിയേറ്റ് ചെയ്ത് വേണം അങ്ങോട്ട് പോകാനായിട്ട്. പഴയ ഹൈവേയോട് ചേർന്നാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ നമ്മുടെ താഴെ ഭാഗത്തുനിന്ന് വീണ്ടും കോട്ടയ്ക്കുള്ളിലേക്ക് തന്നെ കയറുകയാണ്. കോട്ടയ്ക്ക് ചുറ്റും ഇങ്ങനെ വളരെയധികം ഒബ്സർവേഷൻ ടവേഴ്സ് നിർമ്മിച്ചിരിക്കുന്നതായിട്ട് കാണാം. കോട്ടയുടെ എൻട്രൻസിന്റെ ഭാഗത്ത് തന്നെ ഒരു ക്ഷേത്രവുമുണ്ട്. തീർത്തും നമുക്ക് ഇങ്ങനെ ഒരു വട്ടം വെച്ചിട്ട് വരാവുന്നതാണ്. ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തിട്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.